നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവിടെ സദ്യ വല്ലതും നടക്കുന്നുണ്ടോ? എടി, എന്തിനാ ഇത്രയും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? അല്ല മുത്തശ്ശി, ഞാൻ അത് ഈ കുടുംബത്തെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും അറിയോ നിനക്ക്? ഉള്ള സാധനങ്ങൾ മുഴുവൻ ഇങ്ങനെ ദൂർത്തടിച്ച് കളയേണ്ട ആവശ്യമുണ്ടോ? ഇതെന്താ, നീ ഇന്നുവരെ കാണാത്ത നിന്റെ അച്ഛന്റെയോ അമ്മയുടെയോ പിറന്നാളോ മറ്റോ ആണോ? അതിപ്പോ നിനക്ക് പ്രത്യേകിച്ച് തീയതിയൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. 365 ദിവസത്തിൽ ഏത് ദിവസം വേണമെങ്കിലും എടുക്കാം. അങ്ങനെയുള്ള പിറവിയല്ലേ. മുത്തശ്ശി, എല്ലാവർക്കും ഇഷ്ടാവെന്ന് കരുതിയ ഞാൻ. പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നീ അടുക്കളയിൽ കയറുന്നതോ നിന്റെ കൈകൊണ്ട് എന്തെങ്കിലും വെക്കുന്നതോ എനിക്ക് കണ്ടുകൂടാ. അപ്പോഴാ സദ്യവട്ട ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടെ പുറത്തെടുത്തോണ്ട് പോയി കളഞ്ഞാലുണ്ടല്ലോ. വന്നല്ലേ അവളുടെ പൂങ്കണ്ണീര്. ഇനിയിപ്പൊ ദേവനാരായണനും ആ യശോദയും വരുമ്പോ ഇങ്ങനെ അങ്ങ് നിന്നാ മതി. ഞാൻ എന്തോ അപരാധം ചെയ്തെന്ന് അവരൊക്കെ വിശ്വസിച്ചോളും. മുത്തശ്ശി, ഞാൻ ആരോടൊന്നും പറയില്ല. അയ്യേ, അത് വലിയ പുണ്യായി പോയി. അല്ലെങ്കിൽ നീ പറയുന്നത് പേടിച്ചാണല്ലോ ഞാനിവിടെ കഴിയുന്നത്. നോക്ക്, ഇനി മുതൽ എന്താ പാകം ചെയ്യേണ്ടതെന്ന് യശോദ പറയും. നിന്റെ ഇഷ്ടത്തിന് നീ ഒന്നും ചെയ്യണ്ട. നിന്റെ തൊള്ളയും തന്നെ സമ്പാദിച്ചതൊന്നും ഇവിടെ കൂട്ടിയിട്ടിട്ടില്ല. ആരാടി ഫോണില്? നിന്നോട് ആരാ പറഞ്ഞ ഫോൺ എടുക്കാൻ? അത് പ്രിയ. വേണ്ട വേണ്ട, അങ്ങനെ നുണ പറഞ്ഞ് നീ എന്നെ പറ്റിക്കണ്ട. ഫോൺ എന്താണ്? എവിടുന്നെങ്കിലും ഏതെങ്കിലും ചെക്കന്മാര് വിളിക്കുന്നതായിരിക്കുമല്ലോ. അതാ ഇങ്ങനെ കയ്യിൽ നിന്ന് മാറ്റാതെ കൊണ്ടു നടക്കുന്നേ. മുത്തശ്ശി, എന്നെ അങ്ങനെ ആരും വിളിക്കാറില്ല. നീ അങ്ങനെയൊക്കെ പറയും. നിന്നെ പ്രസവിച്ചവളുണ്ടല്ലോ, അവളോട് ചോദിച്ചാലും പറയും ആണുങ്ങളുമായി യാതൊരു സമ്പർക്കവും ഇല്ലാന്ന്. പക്ഷെ വയറ്റിൽ നീ ഉണ്ടായി. പെറ്റ് വലിച്ചെറിയുകയും ചെയ്തു. എന്റെ നാവ് ചൊറിയുന്നുണ്ട്. നീ ഇതുപോലെ ഫോൺ എടുത്ത് കയ്യിൽ വെച്ചാലുണ്ടല്ലോ അരിഞ്ഞുകളയും. നിങ്ങൾ ഹോട്ടലിൽ നിന്നല്ലേ? അതെ സർ. കണിമംഗലത്തേക്കുള്ള ഫുഡ് ഓക്കെ അല്ലേ? അതെ, ഓക്കെ ആണല്ലോ. സോറി, എൻ്റെ വൈഫ് ഓർഡർ ചെയ്തിരുന്നേ. ഞാൻ നിങ്ങളെ കാണാതെ തിരഞ്ഞിറങ്ങിയതാ. ലേറ്റ് ആയിട്ടല്ലേ സർ ഓർഡർ ചെയ്ത്? ഞങ്ങളുടെ ഭാഗത്തെ മിസ്റ്റേക്ക് ഒന്നുമല്ല. ഇറ്റ്സ് ഓക്കെ. അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, തിരക്ക് കൂട്ടിയെന്നേ ഉള്ളൂ. ഓക്കെ സർ. ഫുഡ് വണ്ടിയിലേക്ക് വെക്കാം. ബില്ല് എത്രയും? ഇത് സർ. സർ, ചേഞ്ച് ഉണ്ടാവോ? എൻ്റെ ക്യാഷ് ഓർമ്മയായിരുന്നു. ഇറ്റ്സ് ഓക്കെ. താങ്ക് യു സർ. ബൈ. എന്തായാലും പ്രിയങ്ക മോളോട് കാണിച്ചത് കടന്ന കൈയായിപ്പോയി അമ്മേ. ഇത്രയും കുറച്ച് സമയത്തിനുള്ളില് ഇത്രയും പേർക്ക് വെച്ചു വിളമ്പുക എന്ന് പറഞ്ഞാൽ അത് സാധാരണ കാര്യമാണ്. പ്രിയങ്കയ്ക്ക് അതൊക്കെ നിസ്സാരമല്ലേ?
പ്രിയങ്ക തന്നെയാ എല്ലാവരോടും അടുക്കളയിൽ നിന്ന് പുറത്തു പോവാൻ പറഞ്ഞത്. അത്രയ്ക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാള് അങ്ങനെ പറയൂ? ഉം. അതെന്താ മോളെ അങ്ങനെ പറയാൻ കാരണം? അവളെ ഒന്ന് സഹായിക്കണോന്ന് പറഞ്ഞപ്പോ ഉർവശിയും കൽപ്പനയും കൈയൊഴിഞ്ഞു. അപ്പൊ ആ കുട്ടിക്ക് ദേഷ്യം വന്നിട്ടുണ്ടാവും. തനിക്ക് എന്താ പറ്റിയത് ഉർവശി? അയ്യോ, ഉർവശിക്ക് ഇത്രയും മാരകമായ അസുഖം വന്നിട്ട് നീ അറിഞ്ഞില്ലേ? എന്താ അസുഖം? ഉർവശിയുടെ ഒരു കൈ വല്ലാതെ തരിക്കുന്നു. അനങ്ങാനും വയ്യ, കിടക്കാൻ പോകുന്നു പറഞ്ഞാ പോയത്. അസുഖം ഭേദമായാ പിന്നെ അവിടെ കിടക്കണ്ടല്ലോ. കൽപ്പനയ്ക്ക് അസുഖം വല്ലതും ഉണ്ടായിരുന്നോ? എനിക്ക് ഒരു അസുഖവും ഇല്ല. ആഹാരം ഉണ്ടാക്കിയത് വിളമ്പിയിട്ടും ഇവിടെ ആരുടെയും ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട ഒരു കാര്യവും എനിക്കില്ല. ഞാൻ സഹായിക്കില്ല. അതൊക്കെ ഇരിക്കട്ടെ. ആരെങ്കിലും പ്രിയങ്ക മോളോട് സഹായം വല്ലതും വേണോന്ന് ചോദിച്ചു നോക്ക്. എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ. പ്രിയങ്ക മോളെ, പ്രിയങ്ക മോളെ, എല്ലാം തയ്യാറായോ? ഈ ഒരു 10 മിനിറ്റ് കൂടെ മുത്തശ്ശി, ഞാനേ ഒരു സ്പെഷ്യൽ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. മോളെല്ലാം തനിച്ച് തന്നെ ചെയ്യണോന്ന് നിർബന്ധമുണ്ടോ? അമ്മ വരും വേണമെങ്കില്. അയ്യോ വേണ്ട, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ വിളിക്കാം മുത്തശ്ശി. ശരി മോളെ. എന്തു പറഞ്ഞമ്മ അവള്? ചോറും കറികളും ഒക്കെ റെഡിയായി. എന്തോ സ്പെഷ്യൽ പായസം വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. മിടുക്കി. അതെ, ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴേ ഈ കുറ്റവും കുറവും കണ്ടുപിടിക്കാനിരിക്കരുത്. കഴിച്ചു കഴിഞ്ഞിട്ട് കൃത്യമായ അഭിപ്രായം പറഞ്ഞാൽ മതി. എന്താ വരണേ? എനിക്ക് ഈ ഗെയിമിൽ വലിയ താല്പര്യം തോന്നുന്നില്ല. പിന്നെ പിറന്നാൾ എന്റെ ആണല്ലോ എന്നോർത്ത് സഹിച്ചു നിൽക്കുന്നേ ഉള്ളൂ. പ്രിയങ്കയുടെ സ്വഭാവവും ആറ്റിറ്റ്യൂഡും വെച്ച് ഇതൊരു മത്സരമാണെങ്കിൽ പ്രിയങ്ക തന്നെ വിൻ ചെയ്യും. അതെനിക്ക് ഉറപ്പാണ്. ഹോട്ടലിൽ നിന്ന് വരുന്ന ഭക്ഷണവും കാത്ത് അവൾ ഇരിക്കാകത്ത്. ആ ഭക്ഷണത്തിന്റെ ശവസംസ്കാരം നടക്കുന്നുണ്ടാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.